ഇന്ത്യയുടെ വമ്പൻ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളുടെ കൂടെ പാക് അധീന കശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു എന്ന സുപ്രധാനമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പാക് അധീന കശ്മീരിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഭീകരവാദികളെയും ഇന്ത്യ കാലപുരിക്ക് അയച്ചിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് ബഹാവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലി, മുറിഡ്കെ എന്നിവിടങ്ങളിലാണ്. പാക് അധീന കശ്മീരിലും ഇന്ത്യ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടെന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പാക് അധീന കശ്മീരിലേക്ക് സൈന്യം നീങ്ങി തുടങ്ങിയിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പറയുന്നുണ്ട്. പാക് അധീന കശ്മീരിലേക്ക് ഏത് നിമിഷവും ഇന്ത്യൻ സൈന്യം നീങ്ങുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ വമ്പൻ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. പാകിസ്ഥാൻ കരുതിയ പോലെ തന്നെ ഇന്ത്യ പാക് അധീന കശ്മീർ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചു പിടിച്ചെടുക്കുമോ എന്നുള്ള അതിയായ ആശങ്ക പാകിസ്ഥാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാക് അധീന കശ്മീരിൽ വലിയൊരു സൈനിക വിന്യാസമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വലിയ ആയുധ വിന്യാസമാണ് പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത്. യാതൊരു കാരണവശാലും ഇന്ത്യയെ പാക് അധീന കശ്മീരിനകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ സൈനിക വിന്യാസം നടത്തുന്നതെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ പാക് അധീന കശ്മീരിൽ കാലുകുത്തിയാൽ ഉടനെ തന്നെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് സൈന്യം. എന്നാൽ പാകിസ്ഥാൻ സൈന്യം പാക് അധീന കശ്മീരിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമസേനയും കരസേനയും എല്ലാം സുസജ്ജമാക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തങ്ങളുടെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. പാക് അധീന കശ്മീരിലെ അടക്കം ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ അടിച്ച് തകർത്തിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി ഉപദേഷ്ടാവ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ അമേരിക്കയിലേക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. അമേരിക്കയിലേക്ക് ഒരു കോൾ ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. NSA അജിത് ഡോവൽ US NSAയുമായും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയുമായും സംസാരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ഈ ആക്ഷൻസ് അവർക്ക് ബ്രീഫ് ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതല്ല മറ്റെന്തെങ്കിലും ഒരു നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ചുട്ട് ചാമ്പലാക്കിയ ശേഷം അവിടെ തീമഴ പെയ്ച്ച ശേഷം ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയ കോൾ അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയ്ക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിത് ഡോവൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം, ഇന്ത്യയുടെ ആക്ഷനുകൾ, ഇന്ത്യ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കോൾ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ എംബസി ഇൻ വാഷിംഗ്ടൺ DC കൺഫേംസ് ദ ഹൈ ലെവൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു നേഷൻസ്. അതായത് വാഷിംഗ്ടൺ DCയിലെ ഇന്ത്യൻ എംബസി ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നൊരു കോൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഹൈ ലെവൽ എക്സ്ചേഞ്ച് ആണ്. അതായത് രണ്ട് രാജ്യങ്ങളുടെയും രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തമ്മിലുള്ള ഹൈ ലെവൽ എക്സ്ചേഞ്ച് ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ 9 ടെറർ ക്യാമ്പുകളാണ് പാകിസ്ഥാനകത്ത് തകർത്തിരിക്കുന്നത്. അതിൽ പാക് അധീന കശ്മീരിലെ ടെറർ ക്യാമ്പും തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോൾ അജിത് ഡോവൽ അമേരിക്കയിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.